സ്വന്തം പാർട്ടിയുടെ നിലപാടുകൾ എന്താണ് തെറ്റ് അതിനെ സംബന്ധിച്ച് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള ആർജവമാണ് CPM കാണിക്കേണ്ടത്. അങ്ങനെ കാണിക്കുമ്പോൾ ആ പാർട്ടി പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ പരിപാടികളെ സംബന്ധിച്ച് ജനകീയമായ ചർച്ച വരുമ്പോൾ ആ സംവാദത്തിൽ ഞങ്ങളും അതിൻ്റെതായ പങ്കുവഹിക്കും. അല്ലാതെ CPM-നെ ഏതെങ്കിലും വിധത്തിൽ അതിന്റെ നന്നായി കളിയാം, അങ്ങനെ നന്നാക്കി രാജ്യത്തുള്ള ഇടതുപക്ഷ ഗ്രൂപ്പുകളൊക്കെ ചേർത്തുകൊണ്ട് പിന്നെ പുരുഷ പാർട്ടികളുമായി വിലപേശി ഏതെങ്കിലും രൂപത്തിൽ പാർലമെന്റിൽ 10 സീറ്റുണ്ടാക്കാം എന്ന ധാരണയിൽ വരുന്ന ചർച്ച തന്നെ CPM-ന്റെ ദുഷ്പ്രവണതകളുടെ അല്ലെങ്കിൽ ജീർണതയുടെ മറ്റൊരു മുഖമാണ്. ആ മുഖമാണ് ബേബിയിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എൻ മാധവൻകുട്ടി, ഇവിടെ എൻ വേണുവൊക്കെ ആവശ്യപ്പെടുന്നത് പോലെ പറ്റിയ തെറ്റുകൾ എന്ത് എന്ന് പരസ്യമായി പറയുകയും അത് സംബന്ധിച്ചൊരു പരസ്യമായ സംവാദത്തിന് തയ്യാറാകുകയും ചെയ്യാതെ ഇപ്പോൾ പുറത്തു നിൽക്കുന്നവരെ അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നവരെ, പുറത്താക്കപ്പെട്ടവരെ അവരെ വിശ്വാസത്തിലെടുത്ത് തിരികെ കൊണ്ടുവരിക എന്ന പ്രക്രിയ അതെങ്ങനെയാണ് പൂർത്തിയാക്കാനാവുക? തീർച്ചയായിട്ടും അതിനു മുൻപ് ഈ ചർച്ചയിൽ ശ്രീ MP പരമേശ്വരനും വേണുവും ഉന്നയിച്ച ഒരു വസ്തുതാപരമായ തെറ്റ് ഞാൻ പെട്ടെന്ന് തിരുത്തിക്കൊള്ളട്ടെ. കാരണം ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കിയത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പാർട്ടിയുടെ പരിപാടി പൊളിച്ചെഴുതാനൊന്നും തീരുമാനിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പാർട്ടിയുടെ പരിപാടി പൊളിച്ചെഴുതാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ പാർട്ടിയുടെ രാഷ്ട്രീയ നയ സമീപനം മാറ്റുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തീർച്ചയാണ്. അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. RSSന്റെ നേതൃത്വത്തിലുള്ള മോഡി ഭരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഈ ഭരണകൂടത്തിൻ്റെ ഒരു പുതിയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എവിടെ നിന്ന് തെറ്റുപറ്റിയെന്ന് തുടങ്ങാൻ നമുക്കിപ്പോൾ എവിടെ അവസാനിക്കും? സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിൽ തൊട്ടാണോ നാം പരിശോധിക്കേണ്ടത്? അതോ ഗാന്ധിയുമായി സഹകരിക്കുന്നതിൽ പറ്റിയ പരാജയമാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വീഴ്ചയ്ക്ക് കാരണം? അതോ സ്റ്റാലിനിൽ നിന്നാണോ, അതിനു മുമ്പ് മാർക്സിൽ നിന്നാണോ? ഇത്തരത്തിലുള്ള ഒരു വ്യായാമത്തിനല്ല തുടരുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതിന് പറ്റിയ തിരിച്ചടിയുടെ പ്രസക്തമായ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള പ്രായോഗികമായ സമീപനത്തിലൂടെ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ഫാസിസ്റ്റ് രൂപം കൊള്ളാൻ സകല സാധ്യതയുമുള്ള ഈ RMPയും MP പരമേശ്വരനും N മാധവൻകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം പോലും അംഗീകരിക്കാത്ത ഫാസിസ്റ്റുകൾ ഭരിക്കുന്ന, ഇപ്പോൾ തൃശ്ശൂരായാലും വടകരയിലായാലും ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. പ്രാദേശിക വിജിലാൻറ്റേകൾ SFI ആണെന്നും MP പരമേശ്വരൻ എഴുതിയതാണെന്നും ഈ വേണു ഒന്ന് പറഞ്ഞു നോക്കട്ടെ. RSSനെ കുറിച്ച് ഒന്ന്, മോഡിയെക്കുറിച്ച് ശ്രീ പരമേശ്വരനും ഒന്ന് വേണുവും ശക്തമായി ഒന്ന് അവരവരുടെ പ്രദേശങ്ങളിൽ ഒന്ന് എഴുതി നോക്കട്ടെ. സൈബർ സ്പേസിൽ ഒന്ന് ഇടപെട്ട് നോക്കട്ടെ. അപ്പോഴറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുള്ള ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണോ നിങ്ങൾ മുന്നോട്ട് വരുന്ന പ്രധാന തടസ്സം ഇന്ത്യയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള പുരോഗതിക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യം. അത്തരത്തിൽ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം ഫാസിസ്റ്റ് രൂപം കൊള്ളാൻ സകല സാധ്യതയുമുള്ള RSS ഇന്ത്യയിലെ കേന്ദ്ര അധികാരത്തിൽ വന്നിരിക്കുന്നു. അഴിമതിയിൽ മുങ്ങിയ, എന്തിനാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം പോലും +2 കോഴ, ബാറിൻ്റെ പേരിലുള്ള അന്തഛിദ്രം, ഇത്തരത്തിലും അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ജാതിമത ശക്തികളുടെ പിടിയിലുള്ള UDFനെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി. ഇതൊന്നുമല്ലാതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കാൻ പോകുന്ന പുനർചിന്തനത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളെ പറ്റിയുള്ള ഈ വ്യാകുലതയുടെ കാപട്യം ഇത് കേൾക്കുന്നവർ തിരിച്ചറിയും. ജമായത്തെ ഇസ്ലാമിയുടെ മാധ്യമം ചാനലിൻ്റെ പ്രേക്ഷകർക്കും അതിൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയം സത്യമാണെങ്കിൽ, ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം സത്യമാണെങ്കിൽ, യാഥാർത്ഥ്യത്തെ തൊട്ട് മുമ്പിലുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ CPM-നെ ഇട്ടടിക്കാനുള്ള വഴികൾ അന്വേഷിക്കുന്നത് CPM-നെ വിമർശിക്കാനുള്ള ഒരു വടിയായല്ല ഈ ചർച്ച ഉപയോഗിക്കപ്പെട്ടത് എന്ന് താങ്കൾക്ക് തന്നെ ബോധ്യപ്പെട്ട് കാണും ഇതിലുന്നയിക്കപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന്. ആകെ ഒരു കാര്യമാണ് N വേണു ചൂണ്ടിക്കാണിച്ചത് സംബന്ധിച്ച് ചോദിച്ചത്. പ്രായോഗികമായി തന്നെ പറ്റിയ തെറ്റുകൾ എന്തൊക്കെ എന്ന് തുറന്നു പറയുക. അത് സംബന്ധിച്ച് പൊതുവായ ഒരു ചർച്ചയ്ക്ക് അവസരമൊരുക്കുക. അങ്ങനെയല്ലാതെ എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവർ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, ആശയപരമായി തന്നെ അകന്നു നിൽക്കുന്നവർ, ഇവരെ അടുപ്പിക്കാൻ, പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുക എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് ഞാൻ മറുപടി വസ്തുതകളിലൂടെ പറയാം. പാർട്ടിയുടെ വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും വലിയ അപകടം പിടിച്ച മാർക്സിസ്റ്റ് പാർട്ടി വെസ്റ്റ് ബംഗാളിലാണല്ലോ. ബിമൻ ബസു CPI MLന്റെ പാർട്ടി ഓഫീസിലേക്ക് പോയി
ഇടതുപക്ഷ ഐക്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ മാധ്യമങ്ങളിൽ MP പരമേശ്വരനും വേണുവും ഇത് അറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നവീകരണം ഒരു പൊതു അജണ്ട തന്നെയാണ്. അല്ലെങ്കിൽ എന്നെപ്പോലെ പാർട്ടി അംഗമല്ലാത്ത എനിക്കും കേരളത്തിൽ നിരവധി സഖാക്കൾക്കും പാർട്ടി മാറുന്നു എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ബേബി പറയുന്നതിൽ ഒരു കാര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം സൂക്ഷ്മമായി അതിൻ്റെ നിലപാടുകൾ നശിക്കുന്നവർക്ക് അത്ഭുതമില്ല. പാർട്ടി വിരുദ്ധർക്ക് മാത്രമാണ് അത്ഭുതം കൂറുന്നത് എന്ന് ഞാൻ പറയുന്നത്. പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നടു റോട്ടിലിറങ്ങിക്കൊണ്ട് ഞങ്ങൾക്കെല്ലാം പറ്റിയേ തെറ്റായിരുന്നു എന്ന് അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടിയും ചെങ്കൊടിയും അരിവാൾ ചുറ്റുകയും ഉപേക്ഷിച്ച പാർട്ടികളുടെ ചരിത്രം തന്നെയാണ്. ആ ചരിത്രത്തിൻ്റെ അനുഭവവും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട്. പാർട്ടികൾ പിരിച്ചുവിട്ട ചരിത്രമുണ്ട്. RMPയുടെ അത്രയും വളർച്ചയും ഇത്ര വർഷം കൊണ്ടുള്ളതിൻ്റെ കണക്കും നമുക്കുണ്ട്. എന്തിന് മേധാ പട്കർക്കും ഉണ്ടാക്കാവുന്ന ബഹുജന സ്വാധീനത്തെക്കുറിച്ചുള്ള അളവുകോലും നമ്മൾ അറിഞ്ഞു. 45 ദിവസം ഭരിച്ച ആപ്പിന് എന്ത് ചെയ്യാൻ ഭരണവ്യവസ്ഥയിൽ കഴിഞ്ഞു എന്നുള്ളതും ജനങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പുറത്തിറങ്ങി നെഞ്ചത്തടിച്ച് ഞങ്ങൾക്കെല്ലാം പൊറ്റിയേ എന്ന് പണ്ട് NE ബലറാം ഇതുപോലൊരു രേഖ അവതരിപ്പിച്ച് പാർട്ടി കോൺഗ്രസിൽ CPIക്ക് പണ്ട് അത് എല്ലാവർക്കും ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്, തെരുവിലിരുന്നിട്ട് പാർട്ടിയുടെ നയപരിപാടികൾ. അത്തരത്തിലുള്ള ആത്മനിഷ്ഠമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു വ്യക്തികളുടെ ചിന്തയിൽ മാത്രം ഉരുത്തിരിയുന്നതല്ല മാർക്സിസ്റ്റ് സമീപന രീതി. അവസാനമായി ശ്രീ MP പരമേശ്വരനിലേക്ക്. ശ്രീ MP പരമേശ്വരൻ, ആശയഗതികളെ അധികാര രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്ത് വിശകലനം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിയിട്ടുണ്ട് എന്ന വിമർശനം ശക്തമാണ്. അത് CPMനെ സംബന്ധിച്ച് സവിശേഷമായി തന്നെ ഉന്നയിക്കപ്പെടുന്നുമുണ്ട്. അതിൽ നിന്നും മാറിക്കൊണ്ട് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ, പുതിയ സാഹചര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു നവീകരണം, അതിനുള്ള ലക്ഷണങ്ങളാണോ MA ബേബിയിലൂടെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിച്ചത്? MA ബേബി പുറത്തു പറയുന്നത് അത് ഉയർത്തുന്ന പരസ്യമായ ചർച്ചകൾ, അതെല്ലാം ഈ പറയുന്ന വിധത്തിലുള്ളൊരു നവീകരണം അത് ലക്ഷ്യമാക്കുന്നുണ്ടോ? വളരെ വിഷമമാണ്. ഈ ഇപ്പം പറഞ്ഞു കേട്ടോണ്ട് മാത്രം MA ബേബി പബ്ലിക്കായിട്ട് പറഞ്ഞു കേട്ടോണ്ട് മാത്രം അങ്ങനെ ഒരു നവീകരണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കാൻ വിഷമമാണ്. അതിനുള്ള അടിസ്ഥാനപരമായ നയപരമായ പരിപാടിപരമായ സൂചനകളെങ്കിലും നൽകാതെ ഇത് അങ്ങനൊരു നിഗമനത്തിലെത്താൻ വിഷമമാണ്. പിന്നെ മാധവൻകുട്ടിയൊക്കെ പറഞ്ഞ മാതിരി വികാരം കൊള്ളാനൊന്നും എന്നെ കൊണ്ടാവില്ല, എൻ്റെ ഒരു സമ്പ്രദായമല്ല. പക്ഷേ ഞാൻ റൊമാൻറ്റിക്കും അല്ല. പക്ഷേ റൊമാൻറ്റിക് ആണ് താനും. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും റൊമാൻറ്റിക്കാണ്. റൊമാൻറ്റിക് അല്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരില്ല. അവസാനമായി ശ്രീ MP പരമേശ്വരൻ, തൃശ്ശൂരിലെ ചടങ്ങിൽ വെച്ച് തൽക്കാലത്തേക്ക് വിട്ടുപോയ സഖാവ് എന്ന് താങ്കളെക്കുറിച്ച് MA ബേബി ആവർത്തിച്ച് വിശേഷിപ്പിക്കുകയുണ്ടായി. തൽക്കാലത്തേക്കുള്ളൊരു വിട്ടുപോകലാണ് എന്ന് MA ബേബി ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പാർട്ടിയിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലൊരു നവീകരണം അതുണ്ടാകും എന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? ഒരു തിരിച്ചുവരവ് അത് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്കിപ്പോൾ പ്രതീക്ഷിക്കേണ്ടതിൻ്റെയും പ്രതീക്ഷിക്കാതിരിക്കേണ്ടതിൻ്റെയും അർത്ഥമൊന്നുമില്ല. ഞാൻ വിട്ടുപോയിട്ടില്ല. നേരത്തെ പറഞ്ഞ മാതിരി എന്നോട് ആദ്യമായിട്ട് പാർട്ടി അംഗത്വത്തിൽ ക്ഷണിച്ചിട്ടാണ് ഞാൻ അംഗമായത്. ഇനിയും എന്നോട് ഞാൻ പാർട്ടി അംഗമായിട്ടിരിക്കുകയാണ്. പാർട്ടിക്ക് ഗുണകരം, പ്രസ്ഥാനത്ത് ഗുണകരം എന്ന് അവർക്ക് തോന്നി അവർ എന്നോട് ആവശ്യപ്പെടും. അപ്പോൾ ഞാൻ തിരിച്ചു പോവില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഞാൻ പാർട്ടിക്ക് പുറത്തായതുകൊണ്ട് പാർട്ടിക്ക് യാതൊരു ദോഷവും ഇതേവരെ സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ MP പരമേശ്വരൻ, N മാധവൻകുട്ടി, N വേണു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. CPMൻ്റെ നയരേഖയുടെ അടിസ്ഥാനത്തിൽ, കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച നയരേഖയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് MA ബേബി മീഡിയ വണ്ണിനോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചയിൽ CPMനെ വിമർശിക്കുക എന്ന ഉദ്ദേശം ആയിരുന്നില്ല മീഡിയ വണ്ണിന് ഉണ്ടായിരുന്നത്. CPMൽ ഉയർന്നു വരുന്ന പുതിയ ചിന്തകൾ അത് എത്രത്തോളം ഗുണപരമായി ആ പാർട്ടിക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് ആലോചിക്കുകയായിരുന്നു മീഡിയ വൺ ചെയ്തത്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.